എന്നാൽ പ്രീമിയം കാറിൻ്റെ എല്ലാ ഹാൻഡ് ഗിയർ, പെഡൽ ഷിഫ്റ്റ്, SUV-ന്റെ ഫീലും കിട്ടും, റിവേഴ്സ് ക്യാമറ എല്ലാം സെറ്റപ്പുകളും ഉണ്ട്. ഓക്കെ. മാത്രമല്ല അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. ഒരു 17-18 വരെ നമുക്ക് നോർമലി കിട്ടുന്നുണ്ട്. പെയിന്റും ഇല്ല, ഒന്നും ഒരു സിഗ്നേച്ചർ പോലത്തെ ഇത് വരുന്നുണ്ട് അല്ലേ ഗ്ലാസ്? അതെ, അത് ഈ 2015 അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ പിന്നെ ഈ ഗ്ലാസ്സിൽ സിഗ്നേച്ചറും കൂടി വരുന്നുണ്ട്. അതെ, ഒറിജിനലിൻ്റെ ഒരു ഇതായിട്ടാണ് വരുന്നത്. ഓക്കെ. അടുത്തത് 2 വാഹനങ്ങൾ നമ്മൾ ഒരുമിച്ച് കാണിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ രണ്ടും E-ക്ലാസ് ആണ്. ഒന്ന് കുറച്ച് റെയർ ആയിട്ടുള്ള പീസാണ് ഈ 350. ഒന്ന് നമ്മൾ നോർമലി കാണാറില്ല, നല്ല മൂവിങ് ഉള്ള E250 എപ്പോഴും കൂടെ കാണുന്നതാണ്. ഈ 14 വണ്ടി നമ്പർ ആയി കഴിഞ്ഞാൽ Audi Q3 ഡീസൽ വണ്ടിയാണ്. ടോപ്പ് എൻഡ്. എത്ര കൊടുക്കുന്നത്? എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ വീണ്ടും റാസി കാസിൽ അജ്മൽ ഭായിൻ്റെ കൂടെ വന്നിരിക്കുകയാണ്. സ്വാഗതം. ഓക്കെ. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ അറവങ്കരയാണ്. കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ മലപ്പുറം എത്തുന്നതിന് മുന്നേ അല്ലേ, അറവങ്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഗേറ്റ്. പൂക്കോട്ടൂർ ഗേറ്റ് ഫേമസ് ആണ്. അതായത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ 1927 വാർ മെമ്മോറിയൽ. ഓക്കെ. അപ്പോൾ പൂക്കോട്ടൂർ ഗേറ്റിന് നേരെ ഓപ്പോസിറ്റ് അജ്മൽ ഭായിൻ്റെ വീട്ടിൽ തന്നെയാണ് ഈ ഒരു യാർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മുന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം, കൂടുതലും അതർ സ്റ്റേറ്റ് സെഡാൻ അല്ലെ, പ്രീമിയം കാറുകൾ. സെഡാൻ മാത്രമല്ല, എല്ലാം ഉണ്ടാവും. ഇന്ന് കൂടുതൽ സെഡാനാണ് കാണുന്നത്. SUV-കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ SUV-കൾ പ്രീമിയത്തിലാകുമ്പോൾ ഭയങ്കര ബഡ്ജറ്റുമാണ്, പിന്നെ മെയിൻ്റെനൻസ് കൂടിയ വണ്ടികളാണ്. അതുകൊണ്ട് നമ്മൾ മെയിൻ്റെനൻസ് കുറഞ്ഞ വണ്ടികളാണ് കൂടുതലും. ഓക്കെ, അങ്ങനത്തെ വാഹനങ്ങളാണ്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർസ്, ലൈക്ക് ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക അല്ലേ. വീഡിയോയിലോട്ട് അല്ലേ. ഓക്കെ. ആദ്യം മെർസിഡസ് ബെൻസ് തന്നെയാണ്. C220 C220D 2015 വന്ന അവിടുന്ന് സ്റ്റാർട്ട് ഈ ഒരു ഷേപ്പ് വന്നത്. E250 ഒരു ഷേപ്പ് ചെറുതായിട്ടൊക്കെ പെട്ടെന്ന് കാണുമ്പോഴേ ഒരുപാട് ഡാഷ്ബോർഡ് ഒക്കെ ഏകദേശം അതുപോലെ തന്നെ. ഏകദേശം അതുപോലെ തന്നെ വരും. ഓക്കെ. ഇതെങ്ങനെ കാര്യങ്ങൾ? ഇത് 2015 സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ വെറും 31,000. അപ്പോൾ ഇത് ചിലപ്പോൾ കമന്റ് വരാൻ സാധ്യത ഉണ്ട്. 31,000 കറക്റ്റ് സർവീസ് റെക്കോർഡ്. ഇത് പീരിയോഡിക്കലിയാണ്. ഇപ്പോൾ ചില വണ്ടികൾക്ക് ഉണ്ടാവും 3 വർഷം ഉണ്ടാവില്ല, പിന്നെ 1 വർഷം, അങ്ങനത്തെ കറക്റ്റ് ഇയർലി ചിലപ്പോൾ 2-3 സർവീസ് കയറിയിട്ടുണ്ട്. അങ്ങനത്തെ കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി. ലാസ്റ്റ് 2015 ചെയ്തത്. 25 ഈ വർഷം ജനുവരിയിൽ ബ്രിഡ്ജ് വേ മോട്ടോഴ്സ് നമ്മൾ കൊണ്ടുവന്നിട്ട് ചെയ്തതാണ്. അപ്പോൾ കറക്റ്റ് പീരിയോഡിക്കലി അതുവരെയുള്ള എല്ലാ സർവീസും? അതെ, എല്ലാ സർവീസും ഉണ്ട്. 31,000 കിലോമീറ്റർ. പിന്നെ പനോരമിക് സൺറൂഫ് വരുന്നുണ്ട്. ബട്ടൺ സ്റ്റാർട്ട്, ഏറ്റവും ടോപ്പ് എൻഡാണ്. ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. ഓക്കെ. എല്ലാ 4 ടയറും അത്യാവശ്യം പുതിയ തന്നെ. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ്. ഒരു 17 നമുക്ക് ഹൈവേയിലൊക്കെ 17 അല്ലെങ്കിൽ 15 കിട്ടുന്ന ഏകദേശം മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റാണ്. എന്തെങ്കിലും ക്ലെയിം ഉണ്ടോ? ഇല്ല, ഒരു ക്ലെയിമും ഇല്ല. എല്ലാം ഒറിജിനൽ. ഓൾ ഗ്ലാസ് ഒറിജിനലാണ്, റീപെയിന്റും ഇല്ല, ഒന്നും. ഒരു സിഗ്നേച്ചർ പോലത്തെ ഇത് വരുന്നുണ്ട്. അതെ, അത് ഈ 2015 അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ പിന്നെ ഈ ഗ്ലാസ്സിൽ സിഗ്നേച്ചറും കൂടി വരുന്നത്. അതെ, ഒറിജിനലിന്റെ ഒരു ഇതായിട്ടാണ് വരുന്നത്. ഓക്കെ. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് വാഹനമാണ്. ഇതിപ്പോ എങ്ങോട്ടേക്കും NOC എടുത്തിട്ടില്ല. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ NOC എടുത്ത് കൊടുക്കാം. എങ്ങോട്ട് വേണമെങ്കിൽ എടുത്ത് കൊടുക്കാം. ഓക്കെ. എത്ര കൊടുക്കാം ഇത്? നമ്മൾ 18,80,000 18,80,000. 80 NOC-ൽ. അതെ, NOC-ൽ. ഇത് ഇങ്ങോട്ടേക്ക് മാറുമ്പോൾ എത്രയോ? ഏകദേശം ഒരു 5 lakhs നിയർ വരും. നിയർ വരുന്നുണ്ടല്ലേ. ഓക്കെ. ഇത് അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം വണ്ടിക്ക് എത്ര വരുന്നുണ്ട്? അന്ന് ഏകദേശം 62 ലക്ഷം രൂപ. 62 ലക്ഷം രൂപ. 2015 എൻ്റെ മോഡലാണത്. കേരള വണ്ടിക്ക് നല്ല വണ്ടികൾക്ക് 32, പിന്നെ ലോ കിലോമീറ്റർ കൂടെ 32 ലക്ഷം രൂപ കേരള വണ്ടികൾക്ക് നിലവിൽ വില ഉണ്ട്. മാർക്കറ്റ് ഉണ്ട്. അത് പറയണം, ഇല്ലാണ്ട് എടുക്കുന്നവർക്ക് നമ്മൾ 5 ലക്ഷം രൂപ അടക്കുമ്പോൾ നമുക്ക് 24 രൂപേൻ്റെ അടുത്താണ്. ഏകദേശം 24 ലക്ഷത്തിന് അടുത്താണ് ടാക്സ് കൂടെ അടച്ച് ഇങ്ങോട്ടേക്ക് മാറുമ്പോൾ നമ്പർ ആകുമ്പോൾ വരുന്നത്. പക്ഷേ കേരള വണ്ടിക്ക് ഏകദേശം 32. കാരണം ലോ കിലോ അതും കൂടി കൂട്ടണം. ഇപ്പോൾ 1 ലക്ഷം കിലോമീറ്റർ കൂടി വണ്ടികളും മാർക്കറ്റിലുണ്ട്. അതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ. പീരിയോഡിക്കലി കറക്റ്റ് സർവീസ് പോയ വണ്ടിയാണ്. വേറെ ഒന്നും പേടിക്കാനില്ല. അതുണ്ടെങ്കിൽ തന്നെ വേറെ ഒന്നും പേടിക്കാനില്ല. വേണമെങ്കിൽ ഇവർക്ക് വരുന്നവർക്ക് മെർസിഡീസിൽ കൊണ്ട് ചെക്കിങ് ചെയ്യാം. അതിനുള്ള സൗകര്യം നമുക്ക് വാങ്ങി കൊടുക്കാം അല്ലേ. ഓക്കെ. അപ്പോൾ എന്തായാലും മാറാൻ ഇത്രയോ മാറി കഴിഞ്ഞതിന് ശേഷം എല്ലാ ലോൺ കിട്ടുള്ളൂ. അത്ര കിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. അടുത്തത് 2 വാഹനങ്ങൾ നമ്മൾ ഒരുമിച്ച് കാണിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ രണ്ടും E-ക്ലാസ് ആണ്. ഒന്ന് കുറച്ച് റെയർ ആയിട്ടുള്ള പീസാണ് ഈ 350. ഒന്ന് നമ്മൾ നോർമലി കാണാറില്ല, നല്ല മൂവിങ് ഉള്ള E250. എപ്പോഴും കൂടെ കാണുന്നതാണ് E250. അപ്പോൾ നമുക്ക് ആദ്യം ആ റെയർ പീസ് തുടങ്ങാം. വൈറ്റ് 350. എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽ?
ഇത് 2016 എൻഡ് മോഡലാണ് വന്നിട്ടുള്ളത്. 2016 350 V6 എഞ്ചിനാണ് വരുന്നത്. CDI 6 സിലിണ്ടർ എഞ്ചിൻ, 6 സിലിണ്ടറാണ് എഞ്ചിൻ. ഭയങ്കര ഡീസൽ എഞ്ചിൻ തന്നെ, ഡീസൽ എഞ്ചിനാണ്. ഇപ്പൊ നമ്മൾ 530 ഉള്ള പവർ ഉണ്ടല്ലോ, അത്രയും പവറാണ്. ഒരു റോക്കറ്റ് എന്ന് പറയാൻ പറ്റും. അങ്ങനത്തെ ഒരു പെർഫോമൻസ് ഓറിയന്റഡ് കാറാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കാർ താല്പര്യമുള്ളവർ നോക്കാൻ പറ്റും. സിംഗിൾ ഓണറാണ് വാഹനം. പിന്നെ റീപ്ലേസ്മെന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. എത്ര ഓട്ടം? ആകെ 53,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. അത് പ്രോപ്പർ സർവീസ്, എല്ലാ സർവീസും കൊടുക്കാം നമുക്ക്. 2024 ഡിസംബറിലാണ് ലാസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല. പിന്നെ 360 ക്യാമറ ഉണ്ട്. ഓൾ ഒറിജിനലാ, ഒരു ഗ്ലാസ് പോലും റീപ്ലേസ് ഇല്ല, ഒന്നുമില്ല. അൺടച്ചബിൾ വണ്ടി. ബമ്പറും ഒന്ന് ചെറുതായിട്ട് നമ്മൾ പിന്നെ സ്ക്രാച്ച് ഉള്ളതുകൊണ്ട് ചെയ്തിട്ടുണ്ട്. എങ്ങോട്ടെങ്കിലും NOC നിലവിൽ എടുത്തിട്ടില്ല. എങ്ങോട്ട് വേണമെങ്കിലും എടുത്തു കൊടുക്കാം. ഓക്കെ, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ വിട്ടുപോകും. കാരണം ഈ ഡിക്കൊക്കെ ബട്ടണിലാണ് വരുന്നത്, ക്ലോസിങ്. അത് ഈ 250 അതില്ല. ബട്ടൺ നോക്കി കഴിഞ്ഞാൽ ക്ലോസ് ആവും. ഇതിലൊന്നും വരുന്നില്ല. പിന്നെ 360 ക്യാമറ വരുന്നുണ്ട്. എന്റർടൈൻമെന്റ് സിസ്റ്റം തന്നെ വ്യത്യാസമുണ്ട്. പിന്നെ ഹർമാൻ മ്യൂസിക് സിസ്റ്റം ആണ് ഇതിൽ വരുന്നത്. അങ്ങനെ തുടങ്ങി അഡ്രസ്സിൽ TV വരുന്നുണ്ട്. മെർസിഡീസിന്റെ ഒറിജിനലാണ് എല്ലാം. ഒരു 8 ടോപ്പ് എൻഡ് ആണ് സാധനം. കാരണം ഇതിന് ഏകദേശം 48-50 ലക്ഷം രൂപ വില വന്ന സമയത്തിന് ഇതിന് 15 ലക്ഷം രൂപ വ്യത്യാസമാണ്. 68 ലക്ഷം രൂപ അന്നത്തെ ഇൻവോയ്സ്. അതുകൊണ്ട് എണ്ണത്തിൽ കുറവാണ് വാഹനം എടുക്കുന്നത്. 350 ആണ് ഒരു സ്പെഷ്യൽ കാറ്റഗറി എന്ന് വേണമെങ്കിൽ പറയാം. പെർഫോമൻസ് കാർ. അത് എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമ്മൾ 17,90,000 ആണ്. 17,90,000. 2015 അല്ലേ പറഞ്ഞത്? 16 എൻഡ് മോഡലാണ്. ലാസ്റ്റിലേക്ക് വരുന്ന മോഡലാണ് 16. 17,90,000 NOCയിൽ കൊണ്ടുപോകാം. ഇങ്ങോട്ടേക്ക് മാറണേ അതിന് എത്ര കാണും? ഏകദേശം 5 to 6 ലാക്ക് കാണേണ്ടി വരും ഏകദേശം. ഓക്കെ, അതിന്റെ കേരള വണ്ടീൻ്റെ ഏകദേശം മാർക്കറ്റ് ഇപ്പോൾ എത്ര ഉണ്ട്? ഇപ്പോൾ കേരള ഒന്ന് കൊടുക്കാനുണ്ട്, ഒറിജിനൽ കേരള കൊടുക്കാനുണ്ട്. ഇവിടെ തന്നെ 35 ലക്ഷം രൂപയാണ് വയ്ക്കുന്നത്. ഇവിടെ കോഴിക്കോട് ഭാഗത്തൊന്നും തോന്നുന്നുണ്ട്. ഒരൊറ്റ വണ്ടിയേ ഉള്ളൂ മാർക്കറ്റിൽ ഇപ്പോൾ സെയിലിന് ഞാൻ കണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിലേക്ക് വരാം. നമ്മുടെ നോർമൽ 250ലേക്ക്. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. മൈലേജ് കിട്ടും. പിന്നെ ഇച്ചിരി ഫീച്ചേഴ്സിലെ കാര്യങ്ങൾ കുറവുണ്ട്. എന്നാലും അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു മൂവ്മെന്റ് ഉള്ള, നമുക്ക് ഒരുപാട് സെയിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ വാഹനം. തീർച്ചയായും ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു വണ്ടിയാണ്. എത്ര മൈലേജ് കിട്ടുന്നുണ്ട് ഇതിന്? ഇത് നമുക്ക് ഒരു ലോക്കൽ ഡ്രൈവിനൊക്കെ ഒരു 14-15, ഹൈവേയിലൊക്കെ 17 വരെ കിട്ടും. 17 വരെ കിട്ടും. ഓക്കെ, എങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞു? ഇത് 2014 എൻഡ് മോഡലാണ്. സിംഗിൾ സൺറൂഫ് വരുന്നതാണ്. ഓക്കെ, പിന്നെ ഇതിൽ ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഓണറാണ് വരുന്നത്. ആക്ച്വലി ഇതിൽ റിവേഴ്സ് ക്യാമറ ഒന്നും ആ സമയത്ത് വന്നിട്ടില്ല, സെൻസേഴ്സ് ഉള്ളൂ. അപ്പോൾ നമ്മൾ തന്നെ ചില വണ്ടികൾ നമ്മൾ കൊണ്ടുവന്നിട്ട് ചെയ്യലുണ്ട്. റിവേഴ്സ് ക്യാമറ, ആൻഡ്രോയിഡ്, കാർപ്ലേ ഒക്കെ ചെയ്തതാണ്. അതെ, പിന്നെ ചെറിയ ബമ്പർ കാര്യങ്ങൾ ടച്ചപ്പ് എന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാം സർവീസ് 2023 വരെ കമ്പനിയിൽ മെർസിഡീസിൽ സർവീസ് ഉണ്ട്. ലാസ്റ്റ് 2 വർഷം ഇല്ലാത്തുള്ളൂ. 23 വരെയുള്ള സർവീസ് ഉണ്ട്. ഒരു വർഷം മിസ്സായിട്ടുണ്ടോ? ഇപ്പോൾ 25 ചെയ്യാണല്ലോ അടുത്ത. ഓക്കെ, വേറെ ക്ലെയിം ഒന്നുമില്ല? ഇല്ല. കിലോമീറ്റർ 110 ഓടിയിട്ടുണ്ട്. 110 ഉള്ളത്. അതുപോലെ നേരത്തെ 23 വരെയുള്ള സർവീസ് ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇല്ലാത്തത്. 110 ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് ലാസ്റ്റ് പ്രൈസ് ഒരു ഓഫർ 11,90,000 കൊടുക്കാം. 2014 മോഡൽ 11,90,000 രൂപയ്ക്ക് NOCയിൽ. എങ്ങോട്ടും എടുത്തിട്ടില്ലല്ലോ? ഇല്ല, എടുത്തിട്ടില്ല. ഓക്കെ, ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ ഒരു 4 ലക്ഷം 3.5-4 മതിയാവും. 3.5-4 ലക്ഷം കണ്ട ഇങ്ങോട്ടേക്ക് മാറാനും പറ്റും. ചെറിയ വിലക്ക് മാറി കിട്ടും അല്ലേ? ഓക്കെ, അടുത്ത വണ്ടി കേട്ടോ. ഇതാ വീണ്ടും 2 വാഹനങ്ങളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഒന്ന് GLA 200, ഒന്ന് C200 അല്ലേ? 220 ആണോ 200? ഓക്കെ, ഇത് പെട്രോൾ, അത് ഡീസൽ. എങ്ങനെയാണ് കാര്യങ്ങൾ? അതെങ്ങനെയാണ്? ഇത് GLA 200 2015 ആണ്. ഓക്കെ, സിംഗിൾ ഓണർ ആണ്. 200 ഡീസലാട്ടോ. 2015 ആണ്. സിംഗിൾ ഓണർ ആണ്. പനോറമിക് സൺറൂഫ് വരും. ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. അവൻഗാർഡാണ്. ഹർമാൻ മ്യൂസിക് സിസ്റ്റം ഒക്കെ വരുന്നുണ്ട് അതിൽ. പിന്നെ കിലോമീറ്റർ 89,000 കിലോമീറ്റർ ഉണ്ട്. 89,000 നിലവിൽ ഓടിയിട്ടുണ്ട് അല്ലേ? അത് പക്കാ സർവീസ് ആണോ? സർവീസ് റെക്കോർഡ് ഉണ്ട്. 2022 ഓൾമോസ്റ്റ് സർവീസ് ഉണ്ട്. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഇല്ല. മെയിൻ ക്ലാസ് റീപ്ലേസ് ആണ്. മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട്. ഓക്കെ, വേറെ ആക്സിഡന്റിൽ മാറിയൊന്നല്ല. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള നമുക്ക് പറയാൻ പറ്റും. ഒരു എൻട്രി ലെവൽ കോമ്പാക്ട് SUV സെഗ്മെന്റ് ആണ് അല്ലേ ബെൻസിന്റെ? അത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒന്നാമത് ടൗണിൽ യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടി. കാരണം അധികം നീളമില്ല. എന്നാൽ പ്രീമിയം കാറിന്റെ അല്ല. ഇത് ഹാൻഡ് ഗിയർ, പെഡൽ ഷിഫ്റ്റ്, SUV-ന്റെ ഫീലും കിട്ടും. റിവേഴ്സ് ക്യാമറ എല്ലാം സെറ്റപ്പുകളും ഉണ്ട് ഇതിൽ. ഓക്കെ, മാത്രമല്ല അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. ഒരു 17-18 വരെ നമുക്ക് നോർമലി കിട്ടുന്നുണ്ട്. ഹൈവേയിലൊക്കെ എന്തായാലും കിട്ടും അല്ലേ ഒരു മൈലേജ്? ഓക്കെ, 2015 മോഡൽ ഫുൾ സർവീസ് ഉള്ള വാഹനമാണ്. എങ്ങോട്ടെങ്കിലും NOC എടുത്തോ? ഇല്ല, നിലവിൽ NOC എടുത്തിട്ടില്ല. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും NOC എടുത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എത്ര കൊടുക്കാൻ പറ്റും? അത് ഒരു ഓഫർ പ്രൈസ് ആണ്. ഒരു കുറവ് ഒന്നും വരാനുണ്ടാവില്ല. അതിൽ 11,90,000 കൊടുക്കാം. 11,90,000 രൂപയ്ക്ക് 2011 GLA 15
സോറി 2015 1190 2015 GLA 200 ഡീസൽ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം 1190 NOC. ഓൾമോസ്റ്റ് ഫിക്സഡ് ആണ്. പിന്നെ ചിലർ എക്സ്ചേഞ്ച് ചോദിക്കലുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരം വണ്ടികളാണെങ്കിൽ എക്സ്ചേഞ്ച് എടുക്കുള്ളൂ. ഇപ്പോൾ നോർമൽ ടയോട്ട മാരുതി ഒന്നും ഉണ്ടായില്ല. നമ്മൾ അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടും മാർക്കറ്റ് അറിയാത്തതുകൊണ്ട് നമ്മൾ എടുക്കാറില്ല, എക്സ്ചേഞ്ചിൽ എടുക്കാറില്ല. ഇങ്ങനത്തെ വണ്ടികൾ തന്നെ ഇങ്ങനത്തെ വണ്ടികളാണ് നമുക്ക് നോക്കാം. എക്സ്ചേഞ്ച് ഓക്കെ. അത് ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ എത്രയോ? ഇത് ഒരു 3 ലക്ഷം രൂപ വരെ. 3 lakhs ആണ്. ഇനി ആ പെട്രോളിലേക്ക് വരാം. C200 പൊതുവെ മെയിൻ്റനൻസ് കുറഞ്ഞൊരു സെഗ്മെന്റ് ആണ് അല്ലേ ബെൻസിന്റെ? ഓക്കെ. എങ്ങനെയാണ് ഈ ഷേപ്പ്? നിങ്ങൾ അധികം യൂട്യൂബേഴ്സും അല്ല അധികം ഡീലേഴ്സും കൊണ്ടുവരാത്ത, കാരണം ഈ ഹെഡ്ലൈറ്റിന്റെ ഒരു ഇതൊക്കെ ഉണ്ട്. ഇതൊരു ഫേസ് ലിഫ്റ്റ് ആണ്. നമ്മൾ 10 വരുന്നില്ലേ, 10, 11 കംപ്രസർ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അടുത്ത CGN ആണ്. പക്ഷേ ഇതിന് ഫേസ് ലിഫ്റ്റ് മോഡലാണ്. ഇത് 14 വരെ ഈ മോഡലാണ് വന്നിട്ടുള്ളത്. 14 വരെ. ഇതിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഇത് സിംഗിൾ ഓണർ ആണ് വണ്ടി. സിംഗിൾ റൺ റൂഫ്. ഇതിൽ ഡബിളൊക്കെ വരുന്നുണ്ട്. സിംഗിൾ റൺ റൂഫാണ്. നല്ല ക്വാളിറ്റി ആണ്. 89,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. 2012 ആണ് മോഡൽ വരുന്നത്. 14 വരെ വരുന്ന ഷേപ്പാണിത്. 12 മോഡൽ C200 പെട്രോൾ വണ്ടി. പൊതുവെ കുറവല്ല മെയിൻ്റനൻസ്? മെയിൻ്റനൻസ് കുറവാണ്, വളരെ കുറവാണ്. കാരണം ഒന്നും കൂടി പുതിയതിലൊക്കെ പിന്നെ അത്യാവശ്യം ഫീച്ചേഴ്സുകളൊക്കെ ഉണ്ട്. സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഇലക്ട്രോണിക് ആണ്, സ്റ്റിയറിംഗ് എല്ലാം, എയർ ബാഗ്, എല്ലാ കാര്യങ്ങളും, ഫംഗ്ഷൻസ് എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ. 2012 മോഡൽ. NOC എടുത്തില്ലല്ലോ? NOC എടുത്തിട്ടില്ല. ഓക്കെ. ഇത് എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു 720 കൊടുക്കാം. ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ ഏകദേശം ഒരു 1.25 ലക്ഷം രൂപ വരും. ഓക്കെ. 720 എടുക്കാം NOCയിൽ. ഓക്കെ. 12 എന്ന് പറയുമ്പോൾ ഇനി പേപ്പേഴ്സ് ഉണ്ടല്ലോ? അത് 2027 വരെ പേപ്പേഴ്സ് ലഭ്യമാണ്. ക്ലെയിം ഒന്നുമില്ലല്ലോ? അടുത്തതും ഒരു SUV കാറ്റഗറി ഓഡി Q3 ആണ്. ഇതും ഒരു എൻട്രി ലെവൽ SUV അല്ലേ? ഓഡിയിലെ എൻട്രി ലെവൽ SUV, മിനി SUV. KL 84 രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞു. 84 കൊണ്ടോട്ടിയാണ് വരുന്നത്. കൊണ്ടോട്ടി. ഓക്കെ. മലപ്പുറം ജില്ലയാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2014 14 ഫസ്റ്റ് രജിസ്ട്രേഷനും മാനുഫാക്ചറിങ് 14 വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ തേർഡ് ഓണർ ആയിട്ടുണ്ട്. കാരണം അങ്ങോട്ട് മാറ്റിയപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങോട്ട് മാറിയപ്പോൾ തേർഡ് ഓണറായി. പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഒക്കെ, ഒറിജിനൽ ഗ്ലാസ് എല്ലാം ഓക്കെയാണ്. ഏതാ ഓപ്ഷൻ? ഏതാ ടോപ്പിൻ്റെ? അത് ടോപ്പിൻ്റെ പനോരമിക് സൺ റൂഫ് ഒക്കെ വരുന്ന ഫുൾ ഓപ്ഷനാണ്. S-Line. 2014. ഇതും ഡീസൽ വാഹനമാണ്. ഇതിനകത്ത് അത്യാവശ്യം മൈലേജ് കിട്ടും. നല്ല മൈലേജ്, ഒരു 17-18 വരെ മൈലേജ് കിട്ടും. ഇതും അങ്ങനത്തെ ഒരു സെഗ്മെന്റ് ആണ്. മൈലേജ് ഉള്ള സെഗ്മെന്റ്. ഓട്ടോമാറ്റിക് ആണ്, പനോരമിക് റൂഫ് വരും. പിന്നെ നമ്മൾ ഇത് എക്സ്ട്രാ ആൻഡ്രോയിഡ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ സെൻസേഴ്സ് മാത്രമേ അന്നത്തെ കാലത്ത് വന്നിട്ടുള്ളൂ. പാർക്കിംഗ് സെൻസറിന്റെ എല്ലാം ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാം, കാർപ്ലേ എല്ലാം ചെയ്തിട്ടുണ്ട് ഇതിൽ എക്സ്ട്രാ. പിന്നെ 97,000 കിലോ സംതിങ് ഓടിയിട്ടുണ്ട്. അതിൽ 91 വരെ കമ്പനിയിൽ സർവീസ് റെക്കോർഡ് ഉണ്ട്. അത് ലാസ്റ്റ് എത്രയല്ല ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ? ലാസ്റ്റ് 2022 ചെയ്തത്. 22-ലാണല്ലേ? ഇത് ഇവിടെ ഉള്ള ഒരാൾ അടുത്തുണ്ടായിരുന്നതാണ്. ആൾ ഗൾഫിലായതുകൊണ്ട് 1 വർഷം വരെ യൂസ് ചെയ്യാതെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും എടുത്തിട്ട് അപ്പോൾ നമ്മൾ അറിയുന്നൊരു പാർട്ടീൻ്റെ അടുത്ത് നമ്മൾ എടുത്തതാണ്. ഓക്കെ. 2014 വണ്ടി. നമ്പർ ആയി കഴിഞ്ഞ ഓഡി Q3 ഡീസൽ വണ്ടിയാണ്. ടോപ്പ് എൻഡ്. എത്ര കൊടുക്കാത്? ഇത് നമുക്ക് 11,60 ലാസ്റ്റ് ഒരു റേറ്റ്. 11,60,000 രൂപയ്ക്ക് ഒരു SUV സെഗ്മെന്റ് ഓടി കൊണ്ടുപോകാം. വേറെ ഒന്നും ചെയ്യാനില്ല, പേപ്പർ ഒന്നും മാറാനില്ല. നമ്പർ ആയി കഴിഞ്ഞാണ്. RC എത്തിയില്ല. RC എത്തുകയാണെങ്കിൽ ഇപ്പോൾ ലോൺ അത്യാവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ അത് കിട്ടും. പക്ഷേ RC എത്താത്തതുകൊണ്ട് ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് 2 മാസം കഴിഞ്ഞു. RC ഇതുവരെ എത്തിയിട്ടില്ല. RC മാറാൻ വെള്ളത്തിന് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. ഓക്കെ. എന്തായാലും താല്പര്യം വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും C ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ്. C220D ഡീസൽ വാഹനമാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2009 ആണ് വാഹനം. കേരളത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. KL 84 കൊണ്ടോട്ടിയാണ് രജിസ്റ്റർ ചെയ്തത്. നമ്പർ ആയതാണ്. അപ്പോൾ 9 എന്ന് പറയുമ്പോൾ 24 പേപ്പർ 2029 വരെ ഉണ്ട്. ഫുൾ പേപ്പർ ഉണ്ട്. പേപ്പറിൽ കൊടുക്കുന്നത്. ഒന്നും ചെയ്യാനില്ല 5 വർഷത്തേക്ക്. ഇപ്പോൾ തേർഡ് ഓണർ ആയിട്ടുണ്ട് വണ്ടി. പിന്നെ ഗ്ലാസ് ഒന്നും റീപ്ലേസ്മെന്റ് ഇല്ല. ഇത്രയും പഴക്കമുള്ളതിന് റീപ്ലേസ്മെന്റ് ഉണ്ടാറുണ്ട്. ഒറിജിനൽ ഗ്ലാസ് എല്ലാം ആണ്. നമുക്കൊരു 10-16 കിലോമീറ്റർ മൈലേജും കിട്ടും. ഡീസലാണ്. 16 വരെ മൈലേജും കിട്ടും. 2009 വണ്ടി. 24 പേപ്പർ എടുത്തു. 29 വരെ പേപ്പർ ഉണ്ട്. സൺറൂഫ് ഉണ്ട്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. എല്ലാ ഫീച്ചേഴ്സും അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ. ഇതിപ്പോൾ എത്ര കൊടുക്കാം? ഇത് നമ്മളൊരു ഓഫർ പ്രൈസിലാണ്. ഫിക്സഡ് റേറ്റ് ആണ്. നിങ്ങളെ സ്പെഷ്യൽ 4,40,000 4,40,000 രൂപയ്ക്ക് 2029 വരെ ഫുൾ പേപ്പർ കേരള രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞ ഒരു C220D നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒന്നും ചെയ്യാനില്ല. അഡീഷണൽ ഒരു പൈസ ഇറക്കാനില്ല. ഇനി ഇതിൻ്റെ മുകളിൽ ലോൺ കിട്ടൂല. ലോൺ ഇട്ടാൽ നഷ്ടമാണ്. അല്ല, ഇടുന്ന തന്നെ നഷ്ടമാണ്. ആ ഒരു റെഡി ക്യാഷ് എടുക്കുന്ന ഏറ്റവും ലാഭം. ഓക്കെ. വേറെ വർക്കൊന്നും ഇല്ലല്ലോ. അടുത്തതാ BMW ഒരു എൻട്രി ലെവൽ സെഡാൻ അല്ലേ? അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്നൊരു വണ്ടി. 320 ഡീസലാണ്. എങ്ങനെയാണ്? ഇത് 2016 രജിസ്ട്രേഷൻ. 15 എൻഡ് ആണ്.
ഡിസംബർ മോഡൽ 16 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. 16 എന്ന് പറയുമ്പോൾ 2031 വരെ 2031 വരെ ഉണ്ട്. പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇത് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ക്ലെയിം ആക്സിഡന്റ് ഒന്നുമില്ല. എല്ലാ ഗ്ലാസുകളും വരെ ഒറിജിനൽ ആണ്. ഒരു റീപ്ലേസും ഇല്ല വണ്ടിയിൽ. റീപെയിന്റും ഇല്ല എന്ന് തന്നെ പറയാം. ഓൾമോസ്റ്റ് ഒറിജിനൽ പെയിന്റ് ആണ്. എത്ര ഓട്ടം പോയി? ഇത് 88,000 ഓടിയിട്ടുണ്ട്. 8 അതിൽ 80,000 കമ്പനിയിൽ 2023 സർവീസ് ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ലാസ്റ്റ് അതിനുശേഷം കുറച്ച് ഒരു 1.5 ഇതിൻ്റെ അത്രയും കിട്ടുന്ന വലിയ പ്രയാസമാണ്. ഇത്രയും ഏറ്റവും ഒരു 3-4 വർഷത്തേക്ക് പ്രീമിയം കാറുകളൊക്കെ കയറുള്ളൂ ചില ആൾക്കാർക്ക്. എന്തായാലും അത്രയും സർവീസ് ഉണ്ട്. നല്ലൊരു വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതെ അതെ. ഓക്കെ. ഇതിന് 17 വണ്ടൊക്കെ കിട്ടും മൈലേജ്? അതിന് ഏകദേശം 16-17 വരെ കിട്ടും. 17 വരെ ലോങ് കിട്ടും. ഇത് ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലും കൂടിയാണത്. അതെ അതെ. ഷേപ്പ് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത് 5 സീരീസ് ഒക്കെ കുറെ അങ്ങനെ അങ്ങനെയാണ് ഇപ്പോൾ ട്രെൻഡാണ് ഇപ്പോൾ ഇവിടെ മൊത്തത്തിൽ. ഇതിപ്പോൾ എത്രയാ? ഇതിപ്പോൾ നമുക്ക് ഫൈനൽ ഫിക്സ്ഡ് റേറ്റ് നമുക്കൊരു 12,90 കൊടുക്കാം. 12,90,000 രൂപയ്ക്ക് അല്ലേ? 15 മോഡൽ 16 രജിസ്ട്രേഷൻ. ഇതെന്താ പറയുക, നമ്മളെ വിലകളൊക്കെ കമ്പയർ ചെയ്താൽ വെറും വില മാത്രമല്ല ക്വാളിറ്റിയും കൂടിയും പ്ലസ് വില കുറവും. ഓക്കെ. ഇതിന്റെ നമ്പർ മാറിയില്ല രജിസ്ട്രേഷനിലുള്ളത്. മാറാൻ ഏകദേശം ഒരു 3.5-4 ലക്ഷം രൂപ വരും. 3.5-4 ലക്ഷം രൂപ. 16 ആയതുകൊണ്ട് മോഡൽ കൂടുതലുണ്ട്. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് ഇതാ ഒരു അടിപൊളി ബ്ലാക്ക് E250 വീണ്ടും വന്നിരിക്കുകയാണ്. കേരള നമ്പർ ആയോ അതോ? അല്ല പുറത്ത് നമ്പർ തന്നെ. NOC എടുത്തിട്ടില്ല. ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2015 നേരത്തെ 14 ആയിരുന്നു. ഇത് 15 സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. പിന്നെ പനോറമിക് റൂഫാണ് വരുന്നത്. മറ്റേ സിംഗിൾ പനോറമിക് ആണ്. ഓക്കെ. പിന്നെ എല്ലാം മെയിൻറ്റെയിൻ ആണ്. ഇതിലും അന്ന് ക്യാമറ വന്നിട്ടില്ല. നമ്മൾ അഡീഷണൽ റിവേഴ്സ് ക്യാമറ കാർപ്ലേ എല്ലാം ചെയ്തിട്ടുണ്ട് അഡീഷണലായിട്ട്. ഫങ്ഷൻസ് എല്ലാം വർക്കിംഗ് ആണ്. ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. വേറെ കാര്യമായിട്ടൊരു പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ടച്ചപ്പുകളൊക്കെ ചെറുതായിട്ട് ഉണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ കിലോമീറ്റർ 1.12 ഓടിയിട്ടുണ്ട് വണ്ടി. അത് എത്ര വരെ സർവീസ് ഉണ്ട്? 2023 വരെ സർവീസ് ഉണ്ട്. അന്ന് 95,000 സർവീസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. 23 വരെ സർവീസുള്ള വാഹനമാണ്. 2015 മോഡൽ E250 ഡീസൽ വണ്ടി. ഒരു 16 റേഞ്ചൊക്കെ മൈലേജ് കിട്ടുന്ന വണ്ടി. സുഖമായിട്ട് കിട്ടും. ഓക്കെ. ലോ മെയിൻ്റെനൻസ് അതിൻ്റെ പ്രത്യേകത. E250 എന്ന് പറഞ്ഞാൽ അങ്ങനെ ലോ മെയിൻ്റെനൻസ് ആണ്. ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള സെഗ്മെന്റ് ആണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ആയിരിക്കും സ്റ്റൈലും ഉണ്ട്, മെയിൻ്റെനൻസ്. അതുകൊണ്ടാണ് മൂവ് ആവുന്നത് പെട്ടെന്ന്. ഓക്കെ ഓക്കെ. ഇതിപ്പോൾ എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു ഓഫർ പ്രൈസ് ആണ് 11,90. ഇത് ഓഫറിലാണ്. 11,90 2015 വണ്ടിയാണ് E250. ലോണല്ല, ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ 4.5-5 ലക്ഷം രൂപേൻ്റെ ഉള്ളിൽ ഏകദേശം 4.5 എന്തായാലും കൺട്രോൾ മാറാൻ പറ്റില്ല. ഓക്കെ. അടുത്തത് പ്രീമിയത്തിൽ നിന്ന് മാറി നമുക്കൊരു സെമി പ്രീമിയത്തിലേക്ക് വരാം അല്ലേ? ഹോണ്ടയുടെ സിവിക്കാണ് ഏറ്റവും കൂടുതൽ മോഡിഫിക്കേഷൻ നടക്കുന്ന വാഹനമാണ്. എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2010 വണ്ടി. ഓക്കെ. അതായത് അത് 3rd ഓണർഷിപ്പ് ആയിട്ടുണ്ട് വാഹനം. പക്ഷെ നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഗ്ലാസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ഒറിജിനൽ ഗ്ലാസ് ആണ്. ഇതുവരെ ആണോ വണ്ടി അതോ കേരള വണ്ടി? കേരള ആക്കിയിട്ടില്ല, ഡൽഹി രജിസ്ട്രേഷനാണ് ഉള്ളത്. ഓക്കെ. നമുക്ക് NOC എങ്ങോട്ട് വേണമെങ്കിൽ എടുത്ത് കൊടുക്കാം. നമ്പർ ആക്കി കൊടുക്കാം. 2 പ്രൈസും പറയാം. നമ്മൾ 2010 പറഞ്ഞത്. 2010 അപ്പോൾ ഏകദേശം 4-3 മാസത്തേക്ക് ഇതേ ഉള്ളൂ നമ്മൾ ഫിറ്റ്നസ് എടുക്കാൻ. അത് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ എടുത്ത് കൊടുത്തിട്ടുള്ള പ്രൈസ് നമുക്ക് പറയാം. NOCയിലാണെങ്കിൽ അതും പറയും. ചിലപ്പോൾ അവരെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് NOC എടുത്ത് കൊടുക്കാം എങ്ങോട്ട് വേണമെങ്കിലും. ഓക്കെ. സിവിക്ക് പെട്രോൾ ആണ്. മാനുവലാണ്. പെട്രോൾ മാനുവൽ. പിന്നെ അഡീഷണൽ ക്യാമറ, ആൻഡ്രോയിഡ് കാർപ്ലേ ഒക്കെ ചെയ്യും. ആണോ? അല്ല ഇതിൽ ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. പിറകിലൊരു വണ്ടി ഉണ്ട്, സെയിം 11 തന്നെയാണ്. അത് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. അതാണ് ഏറ്റവും ടോപ്പ് അതിൽ. പിന്നെ അതിൽ സൺറൂഫ് വരുന്ന വണ്ടികളൊക്കെ വേറെ ഉണ്ട്. 11-12 ഇറങ്ങിയത്. ഓക്കെ. അല്ല ഈ ടൈമിൽ ഏറ്റവും ടോപ്പ് തന്നെയാണ്. ടോപ്പ് മറ്റേതാണ് ക്രൂയിസ് കൺട്രോൾ വരുന്ന ഓപ്ഷനാണ്. ഇത് പോട്ടെ എത്ര കാണിക്കുന്നത് മീറ്ററിൽ? ഇതിൽ മീറ്ററിൽ 65,000 ആണ്. 65,000 ഉറപ്പിക്കണ്ട? അത് ഉറപ്പിക്കാൻ നമുക്ക് എങ്ങനെ പറ്റില്ല. 15 വർഷമായില്ലേ. പിന്നെ ഹോണ്ട പെട്രോൾ ചെയ്തിട്ടില്ല ഇപ്പോൾ. അത്യാവശ്യം നല്ല വണ്ടി ഓടിക്കുമ്പോൾ ഒരു നല്ല ഫീൽ നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഒരു വ്യത്യാസം എന്തെങ്കിലും. പിന്നെ ഒരുപാട് തലവേദനകളൊന്നും ഇല്ല ഇതിൽ. ഇതിപ്പോൾ എത്ര കൊടുക്കാൻ വെച്ചാൽ? ഇത് നമുക്ക് NOC എടുത്ത് കൊടുക്കുകയാണെങ്കിൽ 2.60, ഓൾമോസ്റ്റ് ഫൈനലാണ്. 2,60,000 നമ്മൾ NOC എടുത്ത് കൊടുക്കാം. ഇനി വേണ്ട നമ്പർ ആക്കിയിട്ട് തരണം എന്ന് പറയുകയാണെങ്കിൽ 5 വർഷത്തെ പേപ്പറും കൂടി എടുത്തിട്ട് നമുക്ക് 2.85 കൊടുക്കാം. 2.85. 2.60 NOCയിൽ ഫുൾ പേപ്പർ ആക്കിയിട്ട് 5 വർഷത്തെ പേപ്പർ എടുത്തിട്ട് 2.85 ഈ ഒരു വാഹനം കൊണ്ടുപോകാം. പെട്രോൾ മാനുവൽ വാഹനമാണ് സിവിക്. ഒരു മോഡിഫിക്കേഷൻ അത്യാവശ്യം ഓടിച്ചു നടക്കാനും ഇന്റീരിയർ ഡിസൈനൊക്കെ ഒരു പ്രത്യേകതയാണ്. ഡാഷ് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രത്യേക ടൈപ്പാണ്. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ E250 ഓൾഡ് ഷേപ്പ് അല്ല? അതെ 2009 മുതലാണ് ഇത് സ്റ്റാർട്ടിങ്. ഒരു ഹെവി ലുക്കാല്ലേ കാണുമ്പോൾ? റോഡ് പ്രസൻസ് ഭയങ്കര റോഡ് പ്രസൻസ് ഉള്ള വണ്ടിയാണ്. ഹെവി ലുക്കാണ്, ഭയങ്കര വലുപ്പമാണ് പുതിയ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അല്ലേ? ഓക്കെ.
എങ്ങനെയാ ബാക്കി കാര്യങ്ങൾ? മെയിനായിട്ട് എംബ്ലൊക്കെ വരുമ്പോൾ ഒരു അതെ, മേലോട്ടേക്ക് ഇങ്ങനെ പ്രൊജക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, എങ്ങനെയാ കാര്യങ്ങൾ? ഇത് 2011 സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ആണ്. പിന്നെ എല്ലാം ക്വാളിറ്റി തന്നെ, എല്ലാ ഗ്ലാസ്സുകൾ വരെ ഒറിജിനലാണ്. നല്ല അത്യാവശ്യം ഒരു നല്ല ക്വാളിറ്റി തന്നെ ഉള്ള വണ്ടി. ഓക്കെ. പിന്നെ 1.10 വണ്ടി ഓടിയിട്ടുള്ളത്, 1,10,000. സർവീസ് ഉണ്ടോ? സർവീസ് റെക്കോർഡ് നമ്മൾ നോക്കിയിട്ടില്ല. ഓക്കെ. 11 വണ്ടിയൊക്കെ ആകുമ്പോൾ വേണമെങ്കിൽ നോക്കാവുന്നേ ഉള്ളൂ. ക്ലെയിം ഒന്നുമില്ല, കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. 2011 വണ്ടി. സൺറൂഫ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ആണ്. അത്യാവശ്യം ഇലക്ട്രോണിക് ഫീച്ചേഴ്സുകളൊക്കെ ഉണ്ട്. എല്ലാം വർക്കിംഗ് ആണ്. എയർ ബാഗ്സ് എല്ലാം ഉണ്ട്. ടയറും അത്യാവശ്യം നല്ല ടയറുകളാണ് ഉള്ളത്, 4 ടയറും. എത്ര കൊടുക്കാം NOC-ൽ? ഇത് നമുക്കൊരു ഓഫർ പ്രൈസ് 6.85 കൊടുക്കാം. NOC-ൽ ഡീസലാണ്. 17 കിലോമീറ്ററോളം എന്തായാലും മൈലേജും കിട്ടും. അത്രയും റോഡ് പ്രസൻസ് ഉള്ള ഒരു വാഹനം. ഓക്കെ. 6.85 NOC-ൽ. ഇങ്ങോട്ടേക്ക് മാറാൻ ഒരു 1-2 മാസം വെയിറ്റ് ചെയ്തിട്ട് മാറുകയാണെങ്കിൽ ഒരു 60-67 രൂപ കൊണ്ട് കാര്യം നടക്കും. നമ്പറാക്കാൻ പറ്റും അല്ലേ, 5 വർഷത്തേക്ക്. ഓക്കെ, നോക്കിക്കോളൂ. താല്പര്യം ഉണ്ടെങ്കിൽ അടുത്ത വണ്ടി. ഇന്നത്തെ അവസാനത്തെ വാഹനം അത് BMW-യുടെ ഒരു എൻട്രി SUV. Q3 GLA X1 ഇതാണ് ഒരു കോമ്പിനേഷൻ. ഇത് X1 ആണ് അല്ലേ, BMW. എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2011 സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനമാണ്. ഓക്കെ. പ്രത്യേകിച്ച് ക്ലെയിമോ കാര്യങ്ങളോ ഓൾ ഒറിജിനൽ, ഗ്ലാസ് വരെ എല്ലാം അതേ വർഷത്തിലുള്ള ഒറിജിനൽ വണ്ടിയാണ്. പനോരമിക് റൂഫ് വരെയായിട്ട് ടോപ്പ് എൻഡ് ആണ്. S ഡ്രൈവ് ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. 2011 കേരള വണ്ടിയാണോ അതോ? അല്ല, കേരള വണ്ടി ആക്കിയിട്ടുണ്ട്. ഒരു വീക്കിൻ്റെ ഉള്ളിൽ നമ്പർ ആവും. NOC എടുത്ത് എൻ്റെ പേരിൽ NOC എടുത്ത് റെഡിയാക്കി. 84 NOC എടുത്തു കഴിഞ്ഞു കൊണ്ടോട്ടിയിൽ. ഓക്കെ. നിലവിൽ സിംഗിൾ ഓണറാണ്. ഇനിയിപ്പോൾ സെക്കൻഡ് ഓണറിലേക്ക് ആവും. നിങ്ങളെ പേരിലേക്ക് ആവും, സെക്കൻഡ് ഓണറിലേക്ക്. ഓക്കെ. 2011 ഓട്ടോ എത്രയാണ് കാണിക്കുന്നത്? ഇത് 72. 72,000 ഡീസലല്ലേ? ഡീസലാണ്. മൈലേജ് കിട്ടുന്ന സെഗ്മെന്റ് ആണ്. എത്ര ഉണ്ടോ? ഒരു 16 നമുക്ക് എന്തായാലും കിട്ടും. Q3 മത്സരം ഉള്ളത് അങ്ങനെയാണ്. Q3 GLA ഓരോരുത്തർ മത്സരിച്ചല്ലേ. അപ്പോൾ അതേ ലെവലിൽ ഏകദേശം മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. എത്ര കൊടുക്കാം ഇത്? നമ്പറാക്കി ടാക്സ് ഒക്കെ അടച്ച് 690 കൊടുക്കാം. 5 വർഷത്തേക്കുള്ള ടാക്സ് ആവും? അല്ല, 5 വർഷമില്ല. അത് ഇപ്പോൾ 2 വർഷത്തേക്കാണ്. 2026 വരെ എൻഡ് വരെ ഉണ്ടാവും പേപ്പേഴ്സ്. പിന്നെ നമ്മളിത് എടുക്കുന്നെങ്കിൽ ആകെ 10,700 ഉള്ളൂ. ഏത് വണ്ടിയും പ്രീമിയം ആണെങ്കിലും ഇപ്പോൾ റോൾസ് റോയ്സ് വരെ നിങ്ങൾ 15 വർഷം കഴിഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ ചെറിയ ടാക്സ് ഉള്ളൂ. ഫസ്റ്റത്തെ 15 വർഷത്തെ ടാക്സിൻ്റെ ബാക്കിയാണ് നമ്മളോട് അടക്കേണ്ടത്. അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിൽ വേറൊരു കാര്യം ഞാൻ എൻ്റെ പറയാമെന്ന് വിചാരിച്ചത്, ഒരു എക്സ്ട്രാ സംഭവമൊന്നുമല്ല. ഇപ്പോൾ ഈ ഡൽഹി വണ്ടികൾക്ക് ചില വണ്ടികൾക്ക് NOC ഇപ്പോൾ ഒന്നുകൂടി ഒരു പ്രശ്നമായിട്ടുണ്ട്. എന്താണ് അതെന്താ, പുതിയ നിയമം വന്നിട്ടുണ്ട്. 10 വർഷം കഴിഞ്ഞ് ഇതിപ്പോൾ എക്സ്റ്റൻഷൻ ഉണ്ടായിരുന്നു. 10 വർഷം കഴിഞ്ഞാലും NOC കിട്ടുന്ന വർഷമാണ്. ഇപ്പോൾ പുതിയൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാർ അതിൽ നമുക്ക് 1-2 വണ്ടികൾ അങ്ങനെ വിഷയം വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മളത് ഹൈക്കോർട്ടിൽ വക്കീലിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ഡൽഹിയിൽ 10 വർഷം കഴിഞ്ഞാൽ ഓടാൻ പാടില്ല എന്നേ ഉള്ളൂ. NOC കൊടുക്കാൻ പാടില്ല എന്നുള്ള കോർട്ടിൻ്റെ വിധിയില്ല. അതായത് പുറത്തെ സ്റ്റേറ്റിലേക്ക് NOC കൊടുത്താലല്ലേ ഇത് അവിടുന്ന് പോവുള്ളൂ. NOC കൊടുക്കാതിരുന്ന വണ്ടികൾ അവിടെ തന്നെ ശരിക്കും അവർക്ക് അവിടെ ഉപയോഗിക്കാൻ പാടില്ല. അതിലല്ലേ ഫൈൻ അടിക്കാം എന്നുള്ളതാണ്. പക്ഷേ പുറത്തോട്ടും കൊടുക്കുന്നില്ല ഇപ്പോൾ. അത് പ്രത്യേക തരം ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അപ്പോൾ അതിൽ നമ്മളെ കൂടെ ജോയിൻ ചെയ്തിട്ട് പറ്റിയ ടീമുകൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഡീലർമാരാണെങ്കിലും കസ്റ്റമേഴ്സ് തന്നെ എടുത്തിട്ട് ലോക്കായി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടാൻ നമ്പറിൽ ആവശ്യമാണത്. അപ്പോൾ അതിന് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂടെ ചെയ്തിട്ട് വരാൻ താല്പര്യമുള്ളവർക്ക് എന്നെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതിനൊന്ന് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ പേഴ്സണലി പോയിട്ട് അവിടെ നിന്ന് എടുത്ത് പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. NOC കിട്ടാതെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. ഓക്കെ. അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ. തൽക്കാലം എന്തായാലും നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. റാസി കാസ് ലൊക്കേഷൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. മലപ്പുറം ജില്ലയിൽ അറവങ്കരയാണ്. കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ അറവങ്കര. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർസ് പോട്ടെ, ലൈക്ക് വരട്ടെ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. കാരണം കൂടെ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക അല്ലേ. ഓക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. അജ്മൽ ബൈ. താങ്ക് യു. ബൈ.